ഹായ് ഓൾ, ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, നമുക്ക് ചേർന്ന് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആരി വർക്കിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് ആരി സ്റ്റാൻഡാണ്. ഇത് 18 ഇഞ്ച് സ്റ്റാൻഡ്. ആരി വർക്ക് പഠിക്കാനായിട്ട് 18 ഇഞ്ച് സ്റ്റാൻഡ് തന്നെയാണ് നല്ലത്. അത് തന്നെയാണ് എല്ലാവരും വാങ്ങേണ്ടത്. ഈ സ്റ്റാൻഡ് ഞാനൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാതെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ വുഡിലുള്ള സ്റ്റാൻഡ് നിങ്ങൾക്ക് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിത് 280 റുപ്പീസിനാണ് വാങ്ങിയത്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 300 മുകളിലോട്ടൊക്കെയാണ് കിടക്കുന്നത്. നിങ്ങളത് നോക്കിയിട്ട് അത് വാങ്ങിയാൽ മതി. ഇത് ആരി ഫ്രെയിം. ആരി സ്റ്റാൻഡിനെ പോലെ തന്നെ ആരി ഫ്രെയിമും 18 ഇഞ്ച് തന്നെയാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇതിൽ ഞാൻ നാട ചുറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെ നാട ചുറ്റാതെയാണ് കിട്ടുന്നത്. ഇതിൽ നാട റാപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഈ ഫ്രെയിം ഞാൻ 80 രൂപയ്ക്കാണ് വാങ്ങിയത്. നെക്സ്റ്റ് പോപ്ലിൻ ക്ലോത്ത്. ഇതിൽ വൈറ്റ് കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. ഏതായാലും നിങ്ങൾ വാങ്ങാം. ഇത് 1 മീറ്റർ നിങ്ങൾ വാങ്ങി വെക്കേണ്ടതാണ്. ഇത് 1 മീറ്ററിന് 75 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. അതുപോലെ ആരി വർക്ക് പഠിക്കുന്നവർ ഈ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യണം, അല്ലാതെ ലൈനിങ് ക്ലോത്ത് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് കാർബൺ പേപ്പർ. കാർബൺ പേപ്പറിൽ യെല്ലോ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ വേണം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാൻ. വൈറ്റ് ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾ യെല്ലോ കളർ വാങ്ങിയാൽ മതി. ഇത് ഒരു പീസ് 5 രൂപയ്ക്ക് കിട്ടും. നിങ്ങളിതിൽ 1-2 വാങ്ങി വെച്ചാൽ മതി. ബ്ലാക്ക് കളർ, ബ്ലൂ കളർ ഒന്നും ആരും വാങ്ങാൻ പാടില്ല. നെക്സ്റ്റ് ട്രേസിങ് പേപ്പർ. ഇത് അതുപോലെ 1 അല്ലെങ്കിൽ 2 വാങ്ങി വെച്ചിരുന്നാലും മതിയാകും. 1 5 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇത് പിക്ചർ ട്രേസ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യും. ഇനി സിൽക്ക് ത്രെഡ്. സിൽക്ക് ത്രെഡ് 1-2 കളർ നിങ്ങൾ വാങ്ങി വെക്കണം. അതുപോലെ ഇതിൽ ഡബിൾ ബെൽ ബ്രാൻഡാണ് നല്ലത്. അത് കുറച്ചുകൂടി ഷൈനിങ് കാണും. അതുപോലെ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ ഒന്ന് തീർന്നു പോയാൽ അതിൻ്റെ കവറിൽ തന്നെ ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പറിനെ കൊണ്ടുകൊടുത്താൽ നമുക്ക് അതേ കളറിൽ തിരിച്ച് വാങ്ങാൻ പറ്റും. ഇത് 15 രൂപയാണ്. നെക്സ്റ്റ് സരി ത്രെഡ്. ഇത് A1 മമത ബ്രാൻഡാണ്. ഇതിൽ നല്ലതായിരിക്കും. നിങ്ങളത് നോക്കി വാങ്ങിയാലും മതിയാവും. ഇനി ഒരു സീവിങ് ത്രെഡ്. നെക്സ്റ്റ് നീഡിൽ കാണാം. ഇത് ടൂലിപ്പ് നീഡിലാണ്. ഇതിൽ 13-14 നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യാനും 23-24 ബീഡ്സ് വർക്ക് ചെയ്യാനും യൂസ് ചെയ്യും. ഇതിനേക്കാളും അയൺ നീഡിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പഠിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്തോളൂ. ടൂലിപ്പ് 24 തന്നെ എല്ലാ വർക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. നമ്മൾ അയൺ നീഡിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ അയൺ നീഡിൽ തന്നെ ജർദോസിക്ക്, അതുപോലെ ബീഡ് വർക്കിന്, അതുപോലെ ത്രെഡ് വർക്കിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നീഡിൽസ് കിട്ടും. ഈ 3 നീഡിൽസ് നിങ്ങൾ വാങ്ങി വെക്കേണ്ടതാണ്. ഇത് കട്ടറാണ്. ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഗ്ലാസ് മാർക്കിംഗ് പെൻ. ഇത് ഷുഗർ ബീഡ്സ്. ഗോൾഡൻ കളറിൽ ഒരു പാക്കറ്റ്, അതുപോലെ കളർ ബീഡ്സിലും ഒരു 2-3 പാക്കറ്റ് നിങ്ങൾ വാങ്ങി വയ്ക്കാം. ഇത് സീക്വൻസ്. ഇത് അതുപോലെ ഗോൾഡൻ കളർ, അതുപോലെ കളേഴ്സിലും കിട്ടും. അതിലും 1-2 പാക്കറ്റ് വാങ്ങി വയ്ക്കാം. നെക്സ്റ്റ് ബീഡ്സ് ആണ്. ഇതിൽ ചെറിയ ബീഡ് 2 mm, അതുപോലെ 3 mm, 4 mm, 5 mm അങ്ങനെ കിട്ടും. അതിലും നിങ്ങൾ ശകലം വാങ്ങി വയ്ക്കണം. ഇത് വീറ്റ് ബീഡ്സ്. ഇത് സ്റ്റോൺ ചെയിൻ. ഇതിൽ നിങ്ങൾ 1 മീറ്റർ വാങ്ങി വെക്കേണ്ടതാണ്. ഇത് കുന്തൻ സ്റ്റോൺസ്. ഇതിലും 1-2 മോഡലിൽ വാങ്ങാം. ഇത് ജർദോസി. ഇതിലും ഗോൾഡൻ കളർ, അതുപോലെ വേറെയും കളേഴ്സിലൊക്കെ കിട്ടും. ഇത് കോയിൻ. ഇത്രയും ഞാൻ 30 രൂപയ്ക്കാണ് വാങ്ങിയത്. നിങ്ങളിതിൽ കുറച്ചായിട്ട് 50 ഗ്രാം അങ്ങനെ വാങ്ങിയാലും മതിയാവും. ഇത് മിറർ. സർക്കിൾ, സ്ക്വയർ, ഡയമണ്ട്, ഹാർട്ട് ഷേപ്പ് അങ്ങനെയൊക്കെ കിട്ടും. അതിൽ 1-2 മോഡൽ വാങ്ങിയാൽ മതി. ഇത് എംബോസ്ഡ് റോപ്പ് അല്ലെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് എന്നും പറയാം. നെക്സ്റ്റ് ഗ്ലൂ. അതിനായിട്ട് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ B7000 ഗ്ലൂവും യൂസ് ചെയ്യാം. ഇത് കട്ട് ബീഡ്സ് ആണ്. ഇതുപോലെ ഇതിലും 1-2 കളേഴ്സ് വാങ്ങി വെക്കേണ്ടതാണ്. ഇത് ട്യൂബ് ബീഡ്സ്. അതുപോലെ എംബ്രോയ്ഡറി ത്രെഡും 1-2 കളേഴ്സ് ആവശ്യപ്പെടും.
ഇത് കോട്ടൺ നാട. ഇത് ഞാൻ ആ ഫ്രെയിമിൽ റാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ നാടായി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് പകരം ക്ലോത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബെൽ പിൻ, ടാബ്ലറ്റ് ബീഡ്സ്, സ്റ്റോൺസ്. നെക്സ്റ്റ് നെറ്റ് ക്ലോത്ത് ഒരു 1/4 മീറ്റർ. നെക്സ്റ്റ് ഹാൻഡ് എംബ്രോയ്ഡറി നീഡിൽ, അത് 1 മതിയാവും. അതുപോലെ ഒരു ബോബിൻ, ഒരു ടേപ്പ്. ഇതെല്ലാം ചേർത്ത് വാങ്ങാൻ നമുക്ക് ഒരുപാട് തുകയാകുന്നല്ലേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യം ഷോപ്പിംഗ് പോകുമ്പോൾ ഇതിൽ ഓരോന്നായിട്ട് വാങ്ങി വെച്ചാലേ മതി.